പെരുമാനി നമ്മളൊരു എന്താ പറയുന്ന ഒരു കടങ്കഥ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നുള്ള അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് പണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നെന്നും അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നെന്നും അവരിങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞു തരുന്ന ഒരു രീതിയിലാണ് ആ കഥ പോകുന്നത്. അതിനൊരു ഭയങ്കര സ്ക്രിപ്റ്റഡ് ഒന്നും ഭയങ്കര ഡീപ്പ് സ്ക്രിപ്റ്റ് ഒന്നും അതിനില്ല. ഭയങ്കര കൊമേഴ്സ്യലി വിജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻഗേജ്ഡ് ആണ് ആ പടം എന്ന് വെച്ചാൽ നമുക്ക് ആ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കാണാം. ഒരുപാട് ചിരിക്കാനുണ്ട്. ചിരിക്കെന്ന് പറഞ്ഞാൽ മറ്റേ ഡബിൾ മീനിങ് കോമഡി ഒന്നുമല്ല, നാടനായിട്ടുള്ള കോമഡികളാണ് അവർ പറയുന്നത്. പിന്നെ ഒരു മലബാർ ടച്ചാണ്, എല്ലാം ഒരു മുസ്ലിം ബേസ്ഡ് ആയിട്ടുള്ള മലബാർ ടച്ചാണ്. നമുക്ക് ഇഷ്ടം തോന്നും, ഇടയ്ക്ക് നമ്മുടെ ചെറിയൊക്കെ ഹൃദയത്തിൽ എവിടേക്കോ വേദന തോന്നിക്കും, ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും. ഭയങ്കര കഥ സ്റ്റോറി ഓറിയൻറ്റഡ് അല്ല ഈ മൂവി. ഒരു സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബാലരമ മറ്റേ മായാവി കുട്ടിച്ചാത്തൻ അതൊക്കെ വായിക്കുന്ന പോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മരത്തണലിരുന്നൊരു കഥാപുസ്തകം വായിച്ച് കിട്ടുന്ന ഒരു ഫീലാണ് പെരുമാനിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് നമുക്ക് തോന്നി ഇത് എങ്ങോട്ടാണ്, ഇതിന് കഥയില്ലേ എന്ന ഒരു ചിന്തയൊക്കെ നമുക്ക് ആദ്യം തോന്നും. ആദ്യം തുടക്കം തന്നെ ഒരു കഥ പറച്ചിലൂടെയാണ് ഇത് ഇൻട്രോ തന്നെ തുടങ്ങുന്നത്. ഒരു കാർട്ടൂൺ ഇതൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ, കേൾക്കാനും. അത് വോയിസ് ഓവർ ചെയ്തിരിക്കുന്ന ആൾ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് കേൾക്കാൻ തോന്നും. കുറച്ചും കൂടി പോകുമ്പോൾ ഇച്ചിരി നമുക്ക് തോന്നി ഇതെന്താണ് കഥയില്ലേ, നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഏതായിരിക്കും കഥ, ആ ഒരു ചിന്ത നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ സിനിമയെ അതുപോലെ എടുത്താൽ എല്ലാ സിനിമകളും ഒരു പക്ഷെ നല്ലതായിരിക്കാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ചിരിയുടെ മേളമായിരുന്നു. ശരിക്കും തമാശയാണ്, ക്ലൈമാക്സ് വരെ തമാശയാണ്. അപ്പം വളരെ ഈ സീരിയസ് ആയിട്ടുള്ള ലോകത്ത് ഇത്രയും നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല വലിയ വലിയ ആൾക്കാരുടെ മുനേ ഫോട്ടാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സണ്ണി വെയിനും ലുക്മാനും അതുപോലെ കൂട്ടത്തിൽ ആ കുട്ടിയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, നായികയായിട്ട് അഭിനയിച്ചത്, അവരുമൊക്കെ നന്നായിട്ട് എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ടീമുകളെല്ലാവരും നന്നായിട്ട് വളരെ അവരുടെ ക്യാരക്ടറൊക്കെ ഹ്യൂമറസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്.